പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നതാണ്. ക്വാളിറ്റി കൂടിയ മനുഷ്യരുടെ 3 സ്വഭാവങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ബഹുമാനം കിട്ടാറുണ്ട്, റെസ്പെക്റ്റ് കിട്ടാറുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷന്റെ ബേസിലോ ചിലപ്പോൾ പണത്തിന്റെ ബേസിലോ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എപ്പോഴും ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ കിട്ടുന്നത്. എന്നാൽ നമ്മുടെ സമൂഹം ക്വാളിറ്റി ഉള്ള മനുഷ്യനായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തില്ലെങ്കിലും നമുക്ക് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ ചില ക്വാളിറ്റി ഉണ്ടായാൽ മതി മനുഷ്യന്. ഈ മനുഷ്യർക്ക് ഇതുപോലെയുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും അവനെ നന്നായിട്ട് ബഹുമാനിക്കും, സ്നേഹിക്കും. വേറെ തന്നെ ഒരു അട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള 3 അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിലൊന്നാമതായിട്ട് പറയുന്നത് പറഞ്ഞ വാക്ക് പാലിക്കുക. അതിനൊരു തന്നെ എഡ്യൂക്കേഷൻ വേണം അല്ലെങ്കിൽ പൈസ ഉണ്ടാവണം എന്നൊന്നുമില്ല. നമ്മൾ ഒരാളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ പാലിക്കുക. നമ്മൾ 5 മണിക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് എത്തുക. ഇനി എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് നല്ലൊരു എക്സ്പ്ലനേഷൻ, നിങ്ങൾ റീസൺ അദ്ദേഹത്തെ അറിയിക്കുക. നേരത്തെ തന്നെ അദ്ദേഹത്തിനെ അറിയിക്കുക. അല്ലാതെ അവിടെ ട്രാഫിക് ആയിരുന്നു, ഇങ്ങനെ കുടുങ്ങിപ്പോയി, അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിവ് കഴിവുകൾ പറയുന്നവൻ ഒരിക്കലും റെസ്പെക്റ്റ് കിട്ടില്ല, ഒരിക്കലും ക്വാളിറ്റി ഉണ്ടാവില്ല. സമൂഹത്തിൽ ക്വാളിറ്റി ഉണ്ടാവുള്ള ഏറ്റവും ഫസ്റ്റ് ആണ് വാക്ക് പാലിക്കുക എന്നത്. അത് മറ്റുള്ളവരോട് മാത്രമല്ല, നമുക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ നമ്മളോട് തന്നെ പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇന്ന് 10 മണിക്ക് പഠിക്കാം എന്ന് പറഞ്ഞു, നമ്മളത് ഒഴിവാക്കി വീണ്ടും 10 മണി 11 മണിയായി, അങ്ങനെ മാറി മാറി നാളെ നീളെ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളോടൊരു ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ക്വാളിറ്റിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിൽ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരും നമ്മളെ ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ട് കാണുകയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ക്വാളിറ്റിയാണ് പറഞ്ഞ വാക്ക് പാലിക്കുക. രണ്ടാമതായിട്ട് ക്വാളിറ്റി കൂടിയ മനുഷ്യന്റെ രണ്ടാമത്തെ അടയാളമാണ് എല്ലാവരെയും ബഹുമാനിക്കുക. എല്ലാവരെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഇപ്പം കാണുന്ന ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സെക്യൂരിറ്റി അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ ജോലി ചെയ്യുന്നവരൊന്നും അധികം ബഹുമാനിക്കാറില്ല. സെക്യൂരിറ്റി, വാച്ച്മാൻ, അതേപോലെ ഹോട്ടലിലുള്ള വെയിറ്റർ, അങ്ങനെയുള്ളവരൊന്നും നമ്മൾ അധികം ബഹുമാനിക്കാറില്ല അല്ലേ. പൊതുവെ അവരോട് നമ്മൾ എന്തോ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന പോലെയാണ് അധികവും സംസാരിക്കുക, അവരോട് പെരുമാറുക, അങ്ങനെയൊക്കെയാണ്. പലരും ബഹുമാനം കൊടുക്കാറില്ല അവർക്കൊന്നും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചെറുതാവട്ടെ വലുതാവട്ടെ എന്ത് ജോലി എടുക്കാതിരിക്കട്ടെ അവരൊക്കെ നമ്മൾ ഒരുപോലെ ബഹുമാനിക്കുക. നമ്മളെക്കാൾ താഴ്ന്നവരാവട്ടെ വലിയവനാവട്ടെ ഏത് ജോലി ചെയ്യുന്നവനാവട്ടെ അവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ ബഹുമാനിക്കുക. ക്വാളിറ്റിയുള്ള മനുഷ്യന്റെ ഒരു അടയാളം എന്നത് നമ്മൾ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കണം. ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് വെയിറ്ററോടൊക്കെ പലപ്പോഴായിട്ട് തട്ടിക്കയറുന്നൊക്കെ. അദ്ദേഹത്തിനുണ്ടാവും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ. അദ്ദേഹത്തിന്റെ പ്രയാസം കാരണമായിരിക്കും ആ ജോലികളൊക്കെ അദ്ദേഹം എടുക്കുന്നത്. നമ്മൾ പൈസ കൊടുക്കുകയാണ് എന്ന് വിചാരിച്ച് നമ്മൾ വലിയ ആളായി എന്നൊരു ചിന്ത നമുക്ക് പാടില്ല. നമ്മൾ പൈസ കൊടുക്കുന്ന അതായാലും അവരെയും നമ്മൾ അത് ബഹുമാനിച്ച് കൊടുക്കാൻ പഠിക്കണം. അവരെയും ബഹുമാനിച്ച് ഇത് നൽകാൻ പഠിക്കണം. അതാണ് ക്വാളിറ്റിയുള്ള മനുഷ്യന്റെ രണ്ടാമത്തെ അടയാളം, എല്ലാവരെയും ബഹുമാനിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് തെറ്റുപറ്റിയാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യന്റെ ഒരു അടയാളമാണ് അവന് തെറ്റുപറ്റിയോ അവനൊരിക്കലും അവൻ അത് ഏറ്റെടുക്കൂല. അത് അവൻ മറ്റാരുടെയും പേരിലിടും. മിക്ക ആൾക്കാരുടെയും ഒരു സ്വഭാവമാണത്. അവന് എന്തെങ്കിലും ഒരു തെറ്റുപറ്റി, അത് ഞാൻ കാരണമല്ല, അത് അവനായിരുന്നു, അവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അവൻ കാരണമായിരുന്നു, എൻ്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ക്വാളിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ, നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ സോറി, അതെന്റെ ഭാഗത്തുള്ള തെറ്റാണ്, ഞാനത് തിരുത്തും എന്ന് പറയാൻ കഴിയും. അത് നമുക്ക് പറയാൻ കഴിയണം. എന്ത് തെറ്റുപറ്റിയാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലെ. ചിലപ്പോ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത ചില മനുഷ്യർ പറയാറില്ലേ, ഞാൻ ഇന്റർവ്യൂ പോയി ചിലപ്പോൾ തോറ്റിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയലെന്താ, ആ കമ്പനി പോരാ,
ആ കമ്പനി എന്തൊക്കെയോ ചോദിക്കുന്നത്, അതൊന്നും വീട് കമ്പനിയാണ്, മോശമാണ് എന്നൊക്കെയാണ് അവർ പറയുക അല്ലെ. ശരിക്കും എന്താണ് അവനെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം? അവനിൽ എന്തോ അവർ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടല്ലേ. അങ്ങനെ ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യൻ ചിന്തിക്കൂല. കാരണം ചിന്തിക്കുന്നവൻ അഥവാ ക്വാളിറ്റി ഉള്ളവൻ എപ്പോഴും അത് ചിന്തിക്കും, ഇത് എൻ്റെ തെറ്റാണ്, ഇത് ഞാൻ ചെയ്തതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്, ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അത് മറ്റൊരാളോടാണ് സംഭവിച്ചതെങ്കിൽ അദ്ദേഹത്തിനോട് സോറി പറയാൻ നമ്മൾ കൊണ്ട് തയ്യാറാവണം. സോറി പറയണം, സോറി അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്, ഞാൻ അത് തിരുത്തും എന്ന് പറയാൻ കഴിയണം. ഇതാണ് നമ്മൾ പറഞ്ഞ ക്വാളിറ്റി കൂടിയ മനുഷ്യരുടെ 3 അടയാളങ്ങൾ. ഒന്നാമതായിട്ട് പറഞ്ഞ വാക്ക് പാലിക്കുക, രണ്ടാമത് എല്ലാവരെയും ബഹുമാനിക്കുക, മൂന്നാമതായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. തോൽവിയാണെങ്കിലും തോറ്റതാണെങ്കിലും അതിലുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.